അപ്പോൾ നമ്മൾ ആ പത്രം വായിക്കണം. പത്രത്തിലൂടെ നമുക്ക് അറിവ് നേടാം ഇല്ലേ? നമുക്ക് ടീച്ചേഴ്സുണ്ട്. നിങ്ങൾക്ക് നമ്മൾ രാവിലെ അസംബ്ലി കൂടുമ്പോഴും ഈ പത്രത്തിൻ്റെ പ്രധാന വാർത്തകളുണ്ടല്ലോ, അതൊരു 5 പോയിന്റ് ഒരു പേപ്പറിലാക്കിയിട്ട് അസംബ്ലിക്ക് നമ്മൾ പ്രതിജ്ഞ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ 5 പോയിന്റ് നിങ്ങൾ സ്കൂൾ ലീഡറോ അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോരുത്തരെ നമ്മൾ ഈ ഹെഡിങ് വായിച്ച് അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരും. അങ്ങനെ ആവണം. അപ്പോൾ ആ ടീച്ചേഴ്സിനോട് റിക്വസ്റ്റ് കൂടെയാണ്. അപ്പം ഞാൻ വന്നത് നിങ്ങൾക്ക് ഈ പത്രം നിങ്ങളെ സ്കൂളിലേക്ക് സംഭാവന ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. വായനയിലൂടെ മാത്രമേ നമുക്ക് അറിവ് നേടാൻ കഴിയത്തുള്ളൂ അല്ലേ? വായിക്കണ്ടേ മക്കളെ? ടെക്സ്റ്റൊക്കെ വായിക്കുമോ എല്ലാവരും? വായിക്കുമോ എല്ലാവരും? ആ ടെക്സ്റ്റാണ് പ്രധാനം അല്ലേ? നമ്മൾ എക്സാം വരുന്ന സമയത്ത് നമുക്ക് ആ ടെക്സ്റ്റിൽ വായിക്കുന്ന കുറേ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് വായിക്കുകയും പത്രം വായിക്കുകയും മാധ്യമങ്ങൾ വാർത്തകൾ കേൾക്കുകയും ആ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ചെയ്യുമല്ലേ? ഇവിടെ എത്ര ക്ലാസ് വരെ ഉണ്ട്? 7ാം ക്ലാസ് വരെ ഉണ്ട് അല്ലേ? അപ്പം എന്തായാലും 4ാം ക്ലാസ് കഴിയുമ്പോൾ എന്തായാലും നിങ്ങൾ നല്ലതുപോലെ പത്രം വായിക്കത്തില്ലേ? അപ്പം നാളെ മുതൽ ആ പത്രവായന നിങ്ങളത് ഇതാക്കണം. അതിൻ്റെ വായനാ ദിനമൊക്കെ കഴിയില്ല, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പത്രവായന ശീലമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ പത്രം നൽകുന്നത്. അപ്പോൾ എല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്കും ഇവിടെയുള്ള അധ്യാപകർക്കും പ്രിൻസിപ്പാൾ അടക്കം പത്രപ്രവർത്തകർ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം.